KSRTC ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസും ബോണസ് വിതരണവും ആരംഭിച്ചു. ജീവനക്കാർ ഓണം ആഘോഷിക്കാതെ തങ്ങൾക്കെന്ത് ആഘോഷമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ശമ്പളം ഇന്നലെ മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ ചേരുകയാണ്. മാനസ, KSRTC ജീവനക്കാരൊക്കെ ഓണം വൈബിൻ്റെ സന്തോഷത്തിലാണ്. അതിലുള്ള കൃത്യമായ ഇടപെടലാണ് KSRTC ഈ LDF സർക്കാർ നടത്തിയത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്, പങ്കുവെക്കുന്നത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. തീർച്ചയായും അജിംഷ, അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ഒരു ഇത്തിരി സന്തോഷം കൂടുതലാണ് KSRTC ജീവനക്കാരെ സംബന്ധിച്ച് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും തന്നെ അവർക്ക് ഓണത്തിന് ബോണസോ അതോടൊപ്പം തന്നെ ശമ്പളമോ കൃത്യമായി ലഭിക്കാത്ത ഒരു സ്ഥിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും തന്നെ പരിഹരിച്ചുകൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി നിരന്തരം അവരെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നതിൽ ഏറെ സന്തോഷം തന്നെയാണ് ജീവനക്കാർ പങ്കുവച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വികാസ് ഭവനിലെ KSRTC ഡിപ്പോയിലുള്ള പെട്രോൾ പമ്പിലാണ് ഉള്ളത്. നമുക്ക് ഇവരോട് തന്നെ, ജീവനക്കാരോട് തന്നെ ചോദിച്ചറിയാം, എത്രത്തോളമാണ് ഇപ്പോൾ ഓഗസ്റ്റ് 31 തന്നെ ഈ മാസത്തെ ശമ്പളം വന്നിരിക്കുകയാണ്. ഓണമാണ്, ഒരു ഇരട്ടി സന്തോഷം തന്നെയല്ലേ? പിന്നെ അതിന് സംശയമില്ലല്ലോ. കഴിഞ്ഞ വർഷം നമുക്ക് ഓണത്തിന് ശമ്പളം എന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലാത്തൊരു കാലഘട്ടമാണ്. നമുക്ക് ബോണസും അഡ്വാൻസും ഒന്നും കിട്ടുന്നതിന് പുറമെ ശമ്പളം പോലും കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് പുതിയ ഗതാഗത മന്ത്രി ചാർജ് എടുത്ത് പുതിയ മാറ്റങ്ങൾ KSRTC വന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഏറ്റവും മാസാവസാനം ശമ്പളം നൽകുന്ന സ്ഥിതി, കഴിഞ്ഞ പ്രാവശ്യം ബോണസ് കിട്ടാത്ത സ്ഥിതിയിൽ നിന്നും ഇപ്രാവശ്യം അതും ഇന്നിപ്പോൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം 1 രൂപ പോലും കൊടുക്കാത്ത താൽക്കാലിക ജീവനക്കാർക്ക് ഇപ്രാവശ്യം ബോണസ് കൊടുക്കും എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു പൊതുവെ ഒരു വലിയ മാറ്റത്തിൻ്റെ KSRTC ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഗഡുക്കളായി കിട്ടിയിരുന്നതൊക്കെ ഇപ്പോൾ ഒറ്റ തവണയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ വർഷം നമുക്ക് ശമ്പളം എന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, അത് കിട്ടണത് തന്നെ ഗഡുക്കളായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, അത് മാറ്റം വന്നു. ഇപ്പോൾ മാസം അവസാനം നമുക്ക് ഉറപ്പായും ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ, അതിപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് കൂടി അത് നമ്മൾ പ്രധാനമായും നോക്കേണ്ടതാണ്. ഞായറാഴ്ച ആയിട്ട് കൂടി നമുക്ക് ശമ്പളം അക്കൗണ്ടിലേക്ക് എത്തുന്നൊരു സ്ഥിതി ഉണ്ടായി. പിന്നെ ബോണസ് ഇപ്രാവശ്യം സർക്കാർ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് ഉത്രാടത്തിൻ്റെ അന്നാണ് നമുക്കൊരു 2750 രൂപ ഒരു പേഴ്സൻ്റെ അക്കൗണ്ട് രാത്രിയാണ് പൈസ വന്നത്. ഇപ്പോൾ അതല്ല, അതിൽ മാറ്റം ഉണ്ടായി. പുതിയ ഗതാഗത മന്ത്രിയും പുതിയ CMD ഒക്കെ ചാർജ് എടുത്തുകൂടി പുതിയൊരു മാറ്റം KSRTCയിൽ വന്നു. പുതിയ ബസ്സുകൾ ഇറങ്ങി. കഴിഞ്ഞ വർഷം നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, 2ാം പിണറായി സർക്കാർ ആകെ 100 ബസ്സാണ് ഇറങ്ങിയത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ബസ്സുകൾ, മൾട്ടി ആക്സിൽ ഉൾപ്പെടെയുള്ള ബസ്സുകൾ വന്നു. പുതിയ മാറ്റം, പുതിയ വരുമാനം, പുതിയ ലക്ഷ്യം, വലിയ സന്തോഷം തന്നെയാണ്. പൊതുവേ KSRTCയിലെ ആകെ തൊഴിലാളികൾക്ക്, പെർമനൻറ്റ് ജീവനക്കാർക്ക് മാത്രമല്ല താൽക്കാലിക ജീവനക്കാർക്കും ഒരു സന്തോഷകരമായൊരു ഓണം തന്നെയാണ് ഇത്തവണ ഉണ്ടാകുന്നത്. ഓണം വന്നു, ശമ്പളവും വന്നു, ഇനിയിപ്പോൾ കളറാക്കാം അല്ലേ? ഓണം കളറാക്കാം. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ നമുക്ക് ശമ്പളം വന്നു, ഭയങ്കരമായിട്ട് നല്ല സന്തോഷമുണ്ട്. തന്നെയാണ് മന്ത്രി വന്നതോടുകൂടി വളരെ വലിയ മികച്ച പ്രവർത്തനങ്ങളാണ്. മന്ത്രി വന്നതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലും അതിനു മുമ്പ് തന്നെ തകർന്നു കിടന്ന KSRTCയെ സഹായിക്കുന്നതിന് വേണ്ടി LDF സർക്കാർ ഇതിന് കൈയഴിഞ്ഞ സഹായം നമുക്ക് KSRTCക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ശമ്പളം മൊത്തമായി ഏകദേശം 70 കോടി രൂപ വരെ ശമ്പളത്തിന് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ കാര്യങ്ങൾ ഞാൻ കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തിന് പുതിയ ഐഡിയാസ് ഉണ്ട്. അദ്ദേഹം തൊഴിലാളികളുടെയും കോർപ്പറേഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരാശരി 7.5 കോടി രൂപ ഡെയിലി ഒരു മാസം കളക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു ദിവസം കളക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു 1.5 കോടി കൂടി കിട്ടിയാൽ നമ്മുടെ ലാഭമില്ല, നഷ്ടത്തിലുമില്ല, ആ രീതിയിൽ പോകാം. ഈ പുതിയ ബസ്സുകളൊക്കെ വന്നുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു ശുഭാപ്തി വിശ്വാസം മന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിനോട് നമ്മളെല്ലാവരും ഉണ്ട്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ധനവില വർധനവൊക്കെയും തന്നെ അതാണ് KSRTC ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇന്ധനവില, നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില ആഗോള വിപണിയിൽ താഴുമ്പോഴും കേന്ദ്ര സർക്കാർ പൊതുവേ എന്നല്ല, ഒരു RTCകൾക്ക് ഒരു സബ്സിഡി കൊടുക്കാതെ അവരിൽ നിന്നും ഈ പിഴിഞ്ഞ് വാങ്ങുന്നതാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എല്ലാ RTCകൾക്കും ഉണ്ടായ ഒരു വീഴ്ച എന്ന് പറയുന്നത്. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാ RTCകളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. താൽക്കാലിക ജീവനക്കാരുടെ കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ താൽക്കാലിക ജീവനക്കാർക്ക് ബോണസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ താൽക്കാലിക ജീവനക്കാരെ കൂടി പരിഗണിച്ചുള്ള ഒരു പ്രവർത്തനമാണ് മന്ത്രി കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് മന്ത്രി ഗണേഷ് സാറ് കയറിയതിന് ശേഷം ഞങ്ങളുടെ ശമ്പളങ്ങളെല്ലാം മുടങ്ങാതെ മുറക്കി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ബോണസ് കിട്ടിയില്ലായിരുന്നു. ഈ വർഷം സാറ് ഞങ്ങൾക്ക് ബോണസ് തന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഓണമായിട്ട് സന്തോഷമായിട്ട് ഞാൻ 17 വർഷമായി. 17 വർഷത്തിനിടയ്ക്ക് വെച്ച് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഹാപ്പി ആയത്. ഇത്തവണത്തെ ഓണം കളറായത്.
ഇതാണ് ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. തീർച്ചയായും മനസ്സ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇത് മന്ത്രിയുടെ മാത്രം വിജയമല്ല, മറിച്ച് LDF സർക്കാർ തുടർന്ന് വരുന്ന നയത്തിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അവർ വരുത്തിയ ക്രമീകരണം. നിശ്ചയമായും മന്ത്രി അതിൻ്റെ തലപ്പത്തുണ്ട് എന്ന തരത്തിൽ കാണണം. തീർച്ചയായും തൊഴിലാളികളടക്കം പങ്കുവെക്കുന്നതും അതുതന്നെയാണ് മനസ്സ. എന്തായിരുന്നാലും ഈ രീതിയിലേക്ക് പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനകളും ഈ ഇന്ധനവില വർധനവും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ് ജീവനക്കാർ സൂചിപ്പിച്ചതും. ഇത്തരത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ജീവനക്കാരെ എത്രത്തോളം പരിഗണിക്കാൻ പറ്റുമോ, അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം പരിഹരിക്കാൻ പറ്റുമോ, അതൊക്കെയും തന്നെയാണ് നടപ്പാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെയും. ഒപ്പം നേരത്തെ ഈ ജീവനക്കാർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, ഇന്ധനവില വർധന, ഇതൊക്കെയും തന്നെ ഒരു കാലത്ത് KSRTCയെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലും ഈ ഒരു KSRTCയെ സംബന്ധിച്ച പ്രതിസന്ധി കാലം ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെയും തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിക്കുമെന്ന പ്രവർത്തനങ്ങൾ, പദ്ധതികളൊക്കെയും തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ കൂടി അധികാരത്തിൽ വന്നതോടുകൂടി പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ പാലിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇതാ ഓണത്തിനും കഴിഞ്ഞ മാസം, അതായത് ഇന്നലെ 31-ാം തീയതി അർദ്ധരാത്രി മുതൽ ശമ്പളം അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് ക്രമീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് ഉത്സവ ഭത്തയും അതോടൊപ്പം തന്നെ ബോണസും ഉത്സവ ഭത്തയും ഇന്നു മുതൽ നൽകി വരും. ഒപ്പം താൽക്കാലിക ജീവനക്കാരുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അവർക്ക് ബോണസ് ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഇത്തവണ അതും ലഭ്യമാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ KSRTC മേഖലയെ സംബന്ധിച്ച് ഇത്തവണത്തെ ഓണത്തിന് ഒരു ഇരട്ടി സന്തോഷം തന്നെയാണ് ഉള്ളത്. അജിംഷാദ്. തീർച്ചയായും മാനസയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും KSRTCയിലെ ഓണം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാനാകുന്നു എന്നുള്ളതാണ്. അത് LDF സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലാണ്. അവർക്ക് അലവൻസും ഒപ്പം ശമ്പളവും ഒക്കെ 1-ാം തീയതിക്ക് മുമ്പ് തന്നെ വിതരണം ചെയ്യാനായി എന്നുള്ളതാണ്. അതിൻ്റെ സന്തോഷമാണ് തൊഴിലാളികൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.